ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗ് സ്വാഗതം. നമ്മൾ ഗൈസ് വോട്ടിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ രാവിലെയൊക്കെയാണ് നമ്മൾ സാധാരണ വ്ളോഗിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടാവും. നിങ്ങളൊക്കെ കണ്ടിട്ട് രാവിലെയാണ് നമ്മൾ പോയത്. ഇന്ന് കുറച്ച് നേരം വൈകി. കാരണം പോകണമെന്നല്ല, മോട്ടറിന് എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട്, മോട്ടർ ഇവിടെ നാട്ടിലില്ലേ, അവിടെ എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് മൈസൂർ വരെ പോയിന്. അപ്പം എത്തിയത് ഉച്ച ടൈമിലാണ്. പിന്നെ ഞാനും മമ്മിയും കൂടി ഇവിടെ അല്ലെങ്കിൽ ആയിക്കൂടി ഒക്കെ താഴത്തെ വെളിയിലൊക്കെ പോയി എന്നീന്. അപ്പോൾ എത്തിയപ്പോൾ കുറച്ച് നേരം വൈകില്ലേ, 4 മണിയാ ടൈമായി. അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് ഇറങ്ങാൻ നിൽക്കണേ. നമ്മൾ വണ്ടി പറഞ്ഞതാണ്, അതായത് ഓല് വരുന്നുണ്ട് വോട്ടിന്. ഓലെ ഏൽപ്പിച്ചാണ്. അപ്പൊ ഓല് വരുന്നുണ്ട്. ഓല ഉത്തരവാദിത്തമാണല്ലോ ഈ വോട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിട്ട് ഓല് നമുക്ക് വണ്ടിയൊക്കെ സെറ്റ് ആക്കി തന്നെ. അതെ, അപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. വിളിച്ചു തന്നെ ഇറങ്ങിയാലോ. അപ്പം നമ്മളിപ്പോ എന്തായാലും വോട്ടിന് പോകാൻ വേണ്ടി നിൽക്കാണ്. സോനിക്ക് വോട്ടില്ല, എനിക്ക് മാത്രമേ എനിക്ക് ഉമ്മാക്ക് 3 വോട്ടുള്ളത്. ഒരാൾക്ക് എത്ര വോട്ടാണ്? 3 വോട്ടോ. ഒരാൾക്ക് 3 വോട്ടാണുള്ളത്. ഇത് നമ്മളെ പഞ്ചായത്തിന്റെ വോട്ടാണ് അല്ലെ? ഇപ്പൊ എല്ലാ പഞ്ചായത്തിനും വോട്ടില്ല. പഞ്ചായത്തിന്റെ തന്നെ അല്ലേ? ഇന്റത് ഗൈസ്, ഞാൻ ആ ടൈമിൽ ഇവിടെ അല്ല. എന്തൊരു പേപ്പർ ശരിയാക്കണേ, ആ ടൈമിൽ ഞാൻ ഇവിടെ അല്ലേ. അപ്പൊ അതുകൊണ്ട് എന്റെ വോട്ട് മിസ്സായി. അപ്പൊ എന്തായാലും ഇവർക്കുണ്ട്, നമ്മളെന്തായാലും വോട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. ഇപ്പൊ ഇറങ്ങല്ലെന്നാ നമുക്ക് എന്തായാലും താഴ്ച നിൽക്കലടാ. തത്തെന്താ ഒച്ചയും പൊടി ഉണ്ടാക്കണ്ടോ? ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങിക്കോളി. നല്ലാരും അമ്മ ഇറങ്ങിക്കോളി. എന്തിനാ അല്ലേ വെച്ച് കൊടുക്കണേ? ഒച്ചയും പൊടി ഉണ്ടാക്കണീനാണ് ആ പറയണേ. എന്തിലൊക്കെ കടിച്ചു കുത്തിരുന്നോട്ടെ, ശ്രദ്ധ മാറ്റി നിർത്താന്. അതവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നോട്ടെ അല്ലേ ഗൈസ്? കൊരങ്ങനോ? നമ്മളെ കണ്ട് ഇപ്പൊ കൊരങ്ങന്മാര് കുറച്ച് പേരിലുണ്ട് കേട്ടോ. ഇതുമ്മ കറുവത്താണ് അല്ലേ? ഇപ്പൊ കുറച്ച് കാലങ്ങളായി കൊരങ്ങന്മാര് വരുന്നുണ്ട്. പണ്ടും ഉണ്ടായിനി, ഇടക്കിടക്കൊക്കെ ഉണ്ടാവുള്ളൂ. സീസൺ ടൈമിൽ വരില്ലുള്ളൂ. ഉമ്മാക്കണ് മീൻ മോണ്ടിനാക്കണ് ഇവിടെ നിക്കണ്ട്. ആ എന്താ വള്ളി തൂങ്ങിക്കേ? കേബിൾ വള്ളിയില്ലേ? ആ കേബിൾ വള്ളി ഗൈസ് ചെറുതായിട്ടൊന്ന് തൂങ്ങിക്കണ്. അതിനെന്തായാലും കയറ്റി ഒന്ന് പൊക്കി കെട്ടണം. മോൾക്ക് കുറച്ച് ഇതാക്കിയാണ്ട് നമുക്ക് കേട്ടാം. എന്തായാലും ഞങ്ങൾ ഇറങ്ങി നോക്കട്ടെ എന്തായാലും താഴത്തേക്ക്. പിന്നെ നമ്മളെ ഇതാക്കുന്നവിടെ വജ്ജ് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വെച്ചിന്, സിമെന്റ് ഒക്കെ തേച്ചാണ്ട്. ഉണങ്ങി കാണൂലേ ഇതുമ്മ? ഉണങ്ങി കാണൂലേ? ഇതിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. ആണോ? എന്തായാലും ചെറുതായിട്ടൊന്ന് ഒഴിച്ചും കൂടിയും കൊടുക്കല്ലേ? എങ്ങനെ? രാവിലെ പാത്രം, വൈകുന്നേരം പാത്രം ഒഴിക്കും. രാവിലെ ഒന്നും വൈകുന്നേരം ഒന്നുമല്ലേ? എന്തായാലും വജ്ജ് കുഴപ്പമില്ലാത്ത രീതിയിൽ ശരിയായി. ഇവിടുന്ന് അങ്ങോട്ടില്ല. ഇനി നമ്മളെ പേരൻ്റെ അവിടെ കയറുന്ന ആ ഭാഗത്തും കൂടി ഉണ്ട്. അതും കൂടി നമുക്കൊന്ന് റെഡിയാക്കണം എന്നുണ്ട് ഇല്ലടാ. അവിടെ മുകളിലും കൂടി അവിടെ കൂടി ഒന്ന് സെറ്റ് ആക്കാണ്ട്. ഇങ്ങനെ ഇതാണെന്നുണ്ടല്ലേ? അത് അന്ന് വരച്ചീനേ. അന്ന് ചെറിയൊരു വരൊക്കെ ഉണ്ടായിനി അല്ലേ? പിന്നെ മിൻസായതാണത്. നമ്മള് വണ്ടി എന്തൊക്കെ കേറല്ലേ, അപ്പൊ ഇങ്ങനെ മിൻസായി ഇങ്ങനെ പോകുന്നു. അതങ്ങനെ ആയതാണത്. നമ്മളെ വണ്ടി ഓർമ്മ വരുമ്പോ നമ്മള് ഇന്നാള് വോട്ട് പോയതാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അതെ, കേറി മാമ കേറിക്കോളി. ഗൈസ് നമുക്ക് വോട്ട് ചെയ്യാൻ പോട്ടെ. എനിക്കില്ല, ഓൽക്കുണ്ടല്ലോ. അങ്ങനെയും പോട്ടെ പോലെ. പറ്റാത്ത ബിനോ കാർത്തേ ഗ്ലാസ് ആത്തല്ലേ? എ സി ഓഫ് ആക്കിയിട്ട് ഛർദി സീനാണ് അല്ലേ മമ്മ? അതെ. എത്ര മണി വരെ ഉണ്ട് വോട്ട്? എത്ര മണി വരെ ഉണ്ട്? 6 മണി വരെ. 6 മണി വരെ. മമ്മക്ക് സമാധാനല്ലേ? വേം പോവാ നേരം വൈകിക്കണ പറഞ്ഞിട്ട്. ഗൈസ് നമ്മള് വോട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരികയാണ്. വോട്ട് ചെയ്തിട്ടോ, അവിടുന്ന് വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. വോട്ട് ചെയ്ത് ഇങ്ങനെ വരികയാണ്. ഇപ്പൊ വന്നപ്പോ റോട്ടില് താത്ത നിക്കണേ. നാളെ പോണേ? ഞാൻ പറഞ്ഞില്ലേ ഓല് പോയത് ഞാൻ കണ്ടാണ്. നാളെ രാവിലെ താത്താനെ നാളെ അഡ്മിറ്റ് ആക്കാണ്. അതെ, താത്ത ചൊറുക്കൂടിയോ? ഒന്ന് ഗ്ലോ ആയിക്കണ് സത്യം. നാളെ എപ്പോഴാ പോണി? രാവിലെ. നാളെ താത്താനെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞേ. എന്താവോ? വണ്ടിയോ
വണ്ടി ഒന്നും തീരുമാനിച്ചിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഒന്നും ആയിട്ടില്ലേ? ചെറിയപ്പനോട് ചോദിച്ചോ? വിളിച്ചോണ്ടിയതാലോ ഇല്ലേ ഓട്ടോറിക്ഷക്ക് പോകാലോ. പെരി പോയി കേറി പോയിക്കളാ, പുറത്തേക്കണ്ട. എന്ത് റോട്ടിൽ ഇങ്ങനെ നിക്കണ്? ഞാൻ ഫീതു ഇതിലെ പോയിട്ട് പോയാ അങ്ങോട്ട് പോയാ കട പെരി പോയിക്കാം. നടക്കട്ടെ പറഞ്ഞിട്ട് ഈ കൂടെ ഇറങ്ങി നടക്കണ നിന്റെ മുകളിലുണ്ടാവും. ഓനായിക്കൂടെ ഈ കൂടെ ഒരു കളിച്ച് നടക്കണ്ട. എന്നിട്ട് ഓനി തന്നെയാണ് വരുന്നത് പള്ളോണ്ട് വെച്ചാതെ ഇല്ല അമ്മ. അമ്മ നാളെ ആണല്ലേ? നാളെ താത്താനെ ചെന്നാണ് അഡ്മിറ്റ് ആക്കണം. എന്തായാലും ഇനി നേരെ പെരി പോയാക്കട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ വോട്ടൊക്കെ ചെയ്തു വന്നു. എന്റെ വോട്ട് ഇതാ. എന്ത് വോട്ട് ചെയ്തെന്ന കാര്യം നമ്മൾ പറയണ്ടേ? നമ്മള് പറയും കണ്ടില്ലേ ഉണ്ടല്ലേ? ഇത്രയും ആൾക്കാർ ഇങ്ങള് കാണുന്നുണ്ട്. അപ്പൊ ഈ നാട്ടിലത്തെ ആൾക്കാർ കേട്ടാലാണ് പ്രശ്നം. ഞാൻ അപ്പം തന്നെ തുപ്പലൂട്ടി മായിച്ചാൽ നോക്കി, പക്ഷെ മായിഞ്ഞില്ല. കുറച്ചൊക്കെ മാറ്റി കഴിഞ്ഞില്ലേ? ഉമ്മമാക്ക് പിന്നെ വോട്ട് ഇട്ടിക്കണമെന്ന് അറിയണില്ല. നമുക്ക് അത് സൂപ്പർ ഏറ്റവും നല്ലത്. അത് പൈപ്പാണ്, വള്ളത്തിന്റെ പൈപ്പാണ്. അതിന് ചോട്ടി പൊടിച്ചാലേ. അങ്ങനെ ഗൈസ് നമ്മൾ വോട്ടൊക്കെ ചെയ്തു വന്ന് കുഴങ്ങി ചായ കുടിച്ചു. ഉമ്മമാന്റെ വക നമുക്ക് ഇതുണ്ടായിനി. എന്താണ് പയം പൊങ്ങിയത്? പയം പൊങ്ങിയ ഗൈസ് തിന്ന് കഴിഞ്ഞു. എന്നിട്ടും പൈപ്പ് മറത്തൊന്ന് മിച്ചർ ഉണ്ടായിനി. മിച്ചർ തിന്നുന്നുണ്ട്. ഉമ്മ ഗൈസ് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. എന്ത് കേക്കമ്മ? സാധാ യൂട്യൂബിൽ നോക്കിയാണ്ട് ഉണ്ടാക്കണ അങ്ങനത്തെ കേക്കില്ലേ? സാധാരണ കേക്കൊന്നല്ല, നമ്മളെ നാടൻ കേക്ക് അല്ലേ? ഇത് നമ്മക്കൊക്കെ തിന്നാൻ പറ്റിയ ഭാഗത്ത് കേക്ക് അല്ല. അത് വിൽക്കാൻ പറ്റുന്ന കേക്കൊന്നുമല്ല. ഞമ്മക്ക് വെള്ളം അടുപ്പത്തിട്ട് അരി ഇടണോ, ചോറ് രാത്രിക്കൊക്കെ ചോറ് ഉണ്ടാക്കിയിട്ടില്ലല്ലേ? ഇല്ലേ, നമ്മള് രാവിലെ വെക്കണല്ല. അപ്പൊ അവിടെ നിന്ന് പൊഞ്ഞടിയാ? അത് പെണ്ണ് അല്ല, രാത്രിക്കൊക്കെ ചോറില്ല. അല്ല, അടുപ്പത്തേക്ക് ഇപ്പൊ വെച്ചിട്ടുള്ളൂ അല്ലേ? നമ്മള് വന്നിട്ടാണ് എല്ലാ പരിപാടിയും നോക്കിയത്. കൂട്ടാൻ എന്താ രാത്രി? കൂട്ടാൻ സാമ്പാറുണ്ട്, മീനുണ്ട്. മതിയല്ലോ, സെറ്റ്. ഇന്നലെ വാങ്ങിയ മത്തിയില്ലേ? ഇത് അത് കൊറേ ടൈം എടുക്കും ആവാന്. ഇത് കേക്ക് കേക്ക് പാവും വെള്ളം തിളക്കാൻ തുടങ്ങി അരി ഇടാന്. ഒരാള് ഒരു പണിയെടുക്കും, മറ്റേ മറ്റേ പണിയെടുക്കും. രണ്ടാള് രണ്ടു പണിയെടുക്കുമ്പോ സുഖമില്ല. വെള്ളം ഇഡ്ഡലിക്ക് നിറച്ചിക്കണമെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും രാവിലെ. ദോശക്കാണ് നിറച്ചിക്കണെങ്കില് ദോശയും സാമ്പാറും എന്തേലൊക്കെ ആയിട്ടുണ്ടാവും. നമ്മളെ കേക്കിന്റെ പരിപാടി കഴിഞ്ഞിരിക്കണം കേട്ടോ. നമ്മള് കേക്ക് മുറിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ കേക്ക്. നമുക്ക് ഒരു നേരത്തിനൊക്കെ ഗൈസ് ഇത് മതി അല്ലേ? കുറച്ച് കട്ടിങ് അങ്ങനൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും നമ്മള് ഗൈസ് അത് തിന്നും. ഉമ്മ ചായ എടുത്ത് വരി. ഇതാണ് ഗൈസ് നമ്മളെ കേക്കിന്റെ കോലം. തിന്നല തുടങ്ങലടാ, എല്ലാരും വരട്ടെ. മമ്മ വരി 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 വരി. അല്ലെങ്കിൽ ഇതാകും മധുരം കുറച്ചതാ. മധുരം പറ്റൂലല്ലോ. മധുരം വേണ്ടത് കുറച്ചൊക്കെ മതി. ഒന്ന് ഇരുന്നോളി. നല്ല പതപതുണ്ട് ഉണ്ടോ? അപ്പൊ ചൂടോടെ തോന്നാൻ നല്ല രസം ഉണ്ടാവും. മമ്മ ഇരിക്കി, കുത്തിരിക്കി ഇരുന്ന് കഴിക്ക്. എടുത്തു നോക്കി, ചൂടോടെ തിന്നിട്ട് എങ്ങനെ ഉണ്ടാവും? അണ്ണാക്ക് വിളിച്ചിട്ടുണ്ടാ എല്ലാ പറയും. കളിച്ചാൻ വയ്ക്കണം മമ്മക്ക്. പതവതല്ല സാധനങ്ങളൊക്കെ വയ്ക്കൂലേ? കടിച്ചാൻ വയ്ക്കാത്ത പതപ്പില്ല പറ്റും. ഇവിടെ പടിയും പല്ലില്ലല്ലോ. അപ്പൊ മുമ്പത്തെ ഈ 4 മരപ്പല്ലി മല്ല കൊണ്ട് അടിച്ചു. അതുകൊണ്ട് അടിച്ചുല്ലേ? കഴിക്കണ്ട? കൊഴപ്പല്ല. മധുരണ്ടോ? നമ്മളെ പേരുണ്ടാക്കി നമ്മക്ക് തിന്നാണ്ടാക്കിയല്ലോ, കൊഴപ്പൊന്നും പറയല്ല. കറണ്ട് പോയിട്ടോ? ഇത് കറണ്ട് പോയി കത്തണ ബൾബാ. ഒരു കറണ്ട് പോക്കാവും. ഇന്ന് ഉച്ചക്കും പോയില്ലേ? വോൾട്ടേജ് ഇല്ലാതെ ഇലക്ഷൻ്റെതായിട്ടും അറിയില്ല, എന്താണെന്ന് അറിയില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് ഗൈസ്. കാറ്റെല്ലാം ഉണ്ടോ ഗൈസ്? ഇനി നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് അറിയാം നമ്മളെ പേരന്റെ കാര്യം എന്താകും ഇല്ലെന്നൊന്നും. അതെ, എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം ഗൈസ്. അടുത്ത പ്രാവശ്യം നമുക്ക് വോട്ടിന് വരുമ്പോ നമുക്ക് വോട്ട് കൊടുക്കണോ വേണ്ടെന്നൊക്കെ. അതെ, ഇവിടെ വന്നപ്പോ പറഞ്ഞ എല്ലാരും കുറെ ആൾക്കാർ നമ്മളോട് കമന്റിന് പറയുന്നുണ്ട് ആരും വോട്ട് കൊടുക്കണ്ട എന്നുള്ളത്. നമ്മള് പിന്നെ ഇപ്രാവശ്യം പടം നോക്കാന്ന് കരുതി. പോലെ നമുക്ക് ബാക്കി തന്നെ പറഞ്ഞു ഞങ്ങൾ ജയിച്ചാൽ ശരിയാക്കി തരാം. എന്താ അറിയാം, അതിനെ ജയിച്ചിട്ട് നോക്കട്ടെ. ഓല് പറഞ്ഞ അല്ലേ? ജയിച്ചു കാണുന്നുണ്ടെങ്കിലും ശരിയാവാൻ നോക്കാം അല്ലേ? അല്ലമ്മ? ഗൈസ് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഇനി അടുത്തത് രാത്രിക്കുള്ള ഫുഡാണ്. ഫുഡ് മീനാണ് കേട്ടോ ഗൈസ്. നമുക്ക് ചെറിയ മത്തിയാണ്. ഇതിന്റെ നാവ് കൊയ്യുന്നുണ്ട്. പല്ല് ഞാൻ മിഞ്ഞാന്നിട്ട് ടൈറ്റ് ആക്കിയിട്ടുള്ളൂ. ഇനിയിപ്പോ അതിന്റെ ആണെന്ന് തോന്നുന്നില്ല. അതിനൊന്നും തിരിയുന്നില്ല. എന്താണ് അയ്യാ കൊയച്ചിലല്ല, ഇത് പല്ല് ടൈറ്റ് ആക്കിയിട്ട്
പഴയ രീതി അങ്ങോട്ട് വരുന്നില്ല. 2-3 ടൈപ്പ് ഇങ്ങനെ പിടുത്തം പെടുന്നേ. ശരിയായ മതിയെന്ന് കേസ് കൊറേ ആയി അതൊക്കെ ടൈം എടുക്കും. 2 കൊല്ലൊക്കെ 2-2.5 കൊല്ലൊക്കെ ഉണ്ടെന്നാ പറഞ്ഞതാ. 2 ആയിട്ടില്ല. ചോറെന്താണ് ഉമ്മ? കഞ്ഞിയ അല്ലല്ലോ, ചോറല്ലേ? നമ്മളെ റേഷനരി അല്ലേ? ആ അത് മതി ഗൈസ്. റേഷനരി ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ റേഷനരിക്ക് ഒക്കൂല ഗൈസ്. വേറെ എന്തും ഇതെന്താ ബാക്കി വെച്ച മീനാ? ആ അടുത്തിന് പൊരിച്ചല്ലേ ഗൈസ്. വന്നിപ്പോ മത്തിന്റെ വലിപ്പം കുറഞ്ഞു വരികയാണ്. എന്താണാവോ? ചെറുമത്തി മീൻ പിടിച്ചിട്ടേ ചെറുതും വലുതൊക്കെ തെരഞ്ഞിട്ട് അങ്ങനെയുണ്ടോ? വലുത് വേറെ ചെറുത് വേറെ. വലിയ മത്തിയല്ലേ രസം? എനിക്ക് വലിയ മത്തിയാണ് കേട്ടോ ഗൈസ് ഇഷ്ടം. നമുക്ക് അറിയില്ല, ഓരോരുത്തരുടെ ടേസ്റ്റ് വേറെ കാരം. നിങ്ങളെ ഇഷ്ടം എന്താണ് നിങ്ങൾ കമന്റ് ചെയ്യും. ചെറിയ മത്തിയാകുമ്പോ നല്ല രസമാണ് തിന്നാന്. ഉമ്മമാക്കും ചെറുതന്നെ ഇഷ്ടം. ചെറുത് കഴിച്ച് എനിക്ക് ബത്തലൊക്കെ ഇഷ്ടമാണ്. ബത്തല് മീൻ അതേപോലെ വേറെ കുറെ മീനുകളുണ്ട്, പേരറിയാത്ത മീനുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇഷ്ടമാണ്. ചെറിയ മത്തി നിങ്ങള് പറഞ്ഞില്ലേ തല വേണമെന്ന്. തലയും കൂട്ടിയത് ഉണ്ടാക്കിക്കണേ ആണോ? തലയും കൂട്ടിയല്ലേ ഉണ്ടാക്കിക്കണേ ഗൈസ്. അനു നിസ്കരിച്ചാൽ മതി ഒന്നു കൊടുത്തിട്ട് പോയതാണ്. എന്നാവോ ഗൈസ് കണ്ടില്ല ചെറുക്കം നിസ്കരിച്ചിട്ടുണ്ട്. ഈ നിസ്കാരമില്ല നിങ്ങൾ പറയരുത് കേട്ടോ. അവിടെ പൂച്ചാക്ക് ചോറ് വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നാ അമ്മമ്മ നമുക്ക് വീഡിയോ അതിൻ്റെ ഒപ്പാക്കിയല്ലോ. ഇനിയിപ്പോ ചോറൊക്കെ തിന്ന് അല്ലേ? എല്ലാവർക്കും ഗൈസ് അസ്സലാമു അലൈക്കും അല്ലേ? എല്ലാരും വോട്ടൊക്കെ ചെയ്ത് ഇന്ന് വോട്ടിന്റെ ദിവസമാണ് കേട്ടല്ലേ ഗൈസ്? വോട്ടൊക്കെ ചെയ്ത് ആരാ ജയിച്ചെന്ന് വെച്ചാൽ ഒലി ജയിക്കുക. അപ്പൊ നമുക്ക് മെന്നാൾ ജയിച്ചെന്ന് പറയാൻ പറ്റൂലല്ലോ. ആ കള്ളാന്റെ വീഡിയോ എല്ലാം നടക്കും. അതെ ഗൈസ്. പിന്നെ അനിയന് ഇപ്രാവശ്യം വോട്ടില്ല. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ടിന്റെ എന്തോ ലിസ്റ്റ് കൊടുക്കാനുള്ള രീതിയിൽ ഓമ്പടെ അല്ല. ഓൻ വേറെ എങ്ങോട്ടോ പോയി കിടക്കുകയാണ് ഇല്ലേ അമ്മ അല്ലേ? അനു വന്ന് എറണാകുളത്താണ് ഗൈസ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് മിസ്സായി എനിക്ക്. ഇപ്പൊ എന്താ വെള്ളം കൊണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ഇനി പുതിയ പേരുണ്ടാക്കാൻ പറ്റില്ലോ. വാഷ് ബേസ് മസ്റ്റാണ്. കാരണം നമുക്ക് ഈ ഒരു പേരന്റെ ഇതായിട്ട് തന്നെ ഇല്ലാത്തോണ്ട് അടുക്കളയിൽ തന്നെ ഇവിടെ മറ്റേ പോയി പോകണല്ലേ ഇങ്ങോട്ട്. പക്ഷെ വെക്കാൻ പോയിക്കോ എല്ലാം മതി നമുക്ക് നോക്കാൻ. അതേപോലെ തന്നെ ഗൈസ് നാളെ നമുക്ക് നല്ല പണികളുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാത്റൂമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നമ്മൾ ഏറ്റിക്കൊണ്ടതിന്റെ വിധത്തിലൊക്കെയാണ്. പിന്നെ പൈപ്പൊക്കെ ഇട്ടിക്കാണ്, എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് തീരുമാനമാക്കണം. അപ്പൊ നാളെ രാവിലെ എണീച്ചിട്ട് പണിയുണ്ട്. എന്നാ അമ്മ ഗൈസ് ഇവിടെ പാത്രം മോരാണ്. എന്നാ എല്ലാവരും വൈൻഡ് അപ്പ് ആക്കിക്കോളി. എല്ലാവർക്കും അസ്സലാമലൈക്കും. എല്ലാവരും വീഡിയോ കാണി, ഷെയർ ചെയ്യ്, ലൈക്ക് ചെയ്യ്, സപ്പോർട്ട് ചെയ്യല്ലേ. നാളെ നമുക്ക് പിടുത്തപ്പെട്ട പണിയുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി നാളെ വ്ലോഗിൽ കാണാം അല്ലേ മമ്മ? നാളെ വ്ലോഗിൽ കാണാം.